ജനീലക്കുട്ടി ഇല്ലുമിനാത്തിന്നോ അല്ല മിനുമിനുങ്ങുന്നോ? ഇപ്പൊ പല ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ ആണല്ലോ ഇട്ടിട്ട് വരുന്നത്. വേറൊരു കളർ പോലെ നമുക്ക് തോന്നും. അതെന്താ അങ്ങനെ ബ്ലൂ ചൂസ് ചെയ്യാൻ? അല്ല ഇതൊരു ഞാൻ ഇട്ടിട്ടില്ല, ഈ ഒരു കളർ. ഇതൊരു ടർക്കോയിസ് ബ്ലൂ. കൊള്ളാം എന്തായാലും. Pretty. നല്ല കോൺഫിഡൻസോടെ വന്നിരിക്കാൻ തോന്നുന്നു. ആണല്ലേ? പാട്ടൊക്കെ പഠിച്ച് മിടുക്കിയായിട്ടാ വന്നിരിക്കുന്നത് അല്ലേ? ഞാൻ നല്ല പഠിച്ചിട്ടുണ്ട്. ജനീലക്കുട്ടി വരികയാണെങ്കിൽ നല്ലൊരു ഉഗ്രം മെലഡി ആയിട്ടേ വരുള്ളൂ, അതിനെപ്പറ്റി സംശയമില്ല. അതാണ് ഇഷ്ടം. ജനീലക്കുട്ടിക്ക് ഇഷ്ടം, അച്ഛനും ഇഷ്ടം. അപ്പൊ അങ്ങനെ ഇത് അച്ഛന്റെ സെലക്ഷൻ ആണ്? ഇത് അല്ല, എനിക്ക് മനസ്സിലായി. കാരണം എന്ന് പറഞ്ഞാൽ അച്ഛനാണെങ്കിൽ കുറച്ചും കൂടെ പഴയ പാട്ടെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഏതാ പാട്ട്? വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രി. അതാണോ? ഈ സിനിമയായിട്ട് എനിക്കൊരു ബന്ധമാണ്. ഈ സിനിമ അഗ്നിസാക്ഷി. ഈ അഗ്നിസാക്ഷിയിൽ എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതിനെപ്പറ്റി ഒന്നുമില്ലായിരിക്കുന്ന ഒരു സമയത്താണ് ശ്യാംജി എന്നെ വിളിക്കുന്നത്. യാതൊന്നുമില്ല, എഞ്ചിനീയറിംഗ് വിട്ടു, ഇനി എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരു അവസരം. ഒരു സിനിമകളും ഇല്ല, ഒന്നുമില്ല. സിനിമയിൽ എന്തെങ്കിലും പച്ച പിടിക്കുവോ അറിഞ്ഞുകൂടാ. അങ്ങനത്തെ അവസരത്തിൽ എനിക്ക് ഇരിക്കുമ്പോഴാണ് ശ്യാംജി എന്നെ വിളിക്കുന്നത്, ഈ അഗ്നിസാക്ഷിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണമെന്ന്. അപ്പോൾ ലളിതാംബിക അന്തർജനത്തിന്റെ ഈ പേരിൽ തന്നെയുള്ള നോവലാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഗംഭീരം ആണ്. അപ്പോൾ അത് ചെയ്യാൻ, അത് വലിയൊരു ഓണറല്ലേ. ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ എത്രയോ വലിയ വലിയ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ അവരൊക്കെ ചെയ്യേണ്ടതല്ലേ. എന്നിട്ട് ശ്യാംജി എൻ്റെ ടാലന്റിൽ വിശ്വസിച്ച് എനിക്ക് തന്നല്ലോ. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ കുറേ അധികം തീംസ് ഒക്കെ റെഡിയാക്കി ഞാൻ അതിനുവേണ്ടി കുറേ ദിവസം രാവും പകലും വർക്ക് ചെയ്തു. എന്നിട്ട് കോതണ്ടമാണി സ്റ്റുഡിയോ ചെന്നൈയിൽ, അവിടെ ഇതിന്റെ റെക്കോർഡിങ് നടന്നു. അപ്പൊ ഞാൻ തന്നെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഓരോ തീംസും കഴിയുമ്പോഴും ശ്യാംജി എന്ന് പറയും, വെരി വെൽ ഡൺ ജയൻ, നൈസ് എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് കൂടുതൽ ഇൻസ്പയർഡ് ആയി. അങ്ങനെ ഒരു 4-5 ദിവസം കൊണ്ട് ആണ് ഇതിന്റെ വർക്ക് കഴിഞ്ഞത്. പക്ഷെ കോതണ്ടമാണി സ്റ്റുഡിയോയിൽ ആദ്യത്തെ ദിവസത്തെ വർക്ക് കഴിയാറായപ്പോഴത്തേക്കും മെഷീൻ എന്തോ കംപ്ലൈന്റ് വന്നു. അപ്പോൾ അടുത്ത ദിവസം വർക്ക് നടന്നില്ല. 3-ാമത്തെ ദിവസമാണ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ വന്ന് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ വളരെ സന്തോഷത്തിൽ ചെന്നൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു. അങ്ങനെ ഈ സിനിമ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, ഫൈനൽ മിക്സ് ഒക്കെ കഴിഞ്ഞു. അതിനൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ സൂര്യയുടെ ഭാഗമായിട്ട് ഈ സിനിമ ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു, എൻ്റെ സിനിമയാണ് വരണം എന്ന് പറഞ്ഞു. എല്ലാവരും വന്നു. എൻ്റെ വകയായിട്ട് തന്നെ ഒരു 25 പേര് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയിൽ ഈ സിനിമ അങ്ങോട്ട് ഇട്ടു. അപ്പൊ ആദ്യത്തെ ദിവസം റെക്കോർഡ് ചെയ്തില്ലേ, വൈകുന്നേരം വരെ റെക്കോർഡ് ചെയ്തില്ലേ, അതുവരെ ഉള്ളത്, അതായത് ഫസ്റ്റ് റീലിന്റെ അവസാനം വരെയുള്ള ഒരു സംഭവം കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മ്യൂസിക്കിൽ ഒരു വോബ്ലിംഗ് തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ശരിയായതിനു ശേഷം വന്നിരിക്കുന്ന കംപ്ലീറ്റ് മ്യൂസിക് ഒരു വോബ്ലിംഗിലാണ് കേൾക്കുക. അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് സഹിക്കാൻ വയ്യ. എന്റെ കണ്ണിന്നൊക്കെ നിറഞ്ഞ് വെള്ളം വരാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എല്ലാരും നാണക്കേടായി പോവില്ലേ എന്നുള്ളത്. അപ്പൊ അന്ന് ആ സിനിമ തീരുന്നതിന് മുമ്പ് ഞാൻ വെളിയിലോട്ടിറങ്ങി വീട്ടിൽ പോയി ഇങ്ങനെ നിരന്തരമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അത് ഞാൻ ഓർക്കാണ് ഈ നിമിഷങ്ങളിൽ. അപ്പൊ അങ്ങനെയുള്ള ട്രെയിലുകളിലൂടെ നമ്മൾ നടക്കേണ്ടി വരും. ചിന്തിയ അത് കറക്റ്റ് ചെയ്തില്ലേ? അത് കറക്റ്റ് ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ. ഇന്നും ആ സിനിമ പിന്നെ യൂട്യൂബിലോ വേറെ എവിടെയോ ഞാൻ കണ്ടിട്ടില്ല. ആ വർക്ക് അത്രത്തോളം എനിക്ക് ജീവനായിട്ടും എന്റെ ജീവൻ നഷ്ടപ്പെട്ട പോലെ. അപ്പൊ അങ്ങനെ ഞാനിത് പറയാൻ കാരണം, നമ്മൾ അവിടെ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും വീണ് ഒന്നുമല്ല, ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് വിചാരിക്കുന്ന ഇടത്തിലായിരിക്കും നമുക്ക് അടുത്തൊരു കാൽവായ്പ് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ പാഠങ്ങളായിട്ടോ, ഇത് സങ്കടമല്ല, പാഠങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് ജീവിതം. അപ്പൊ ജെന്നി അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോട്ടെ ധൈര്യപൂർവ്വം. അപ്പൊ അന്ന് കരഞ്ഞില്ലേ, അന്ന് കരയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, അതിന്റെ കാരണം ഇത്തരം എക്സ്പീരിയൻസസ് ആണ്. ഓക്കെ, അപ്പൊ പാടിക്കോ. ഡീറ്റെയിൽസ് മൂവി അഗ്നിസാക്ഷി, വർഷം 1999, മ്യൂസിക് ആൻഡ് ലിറിക്സ് കൈതപ്പൻ സർ, പാടിയത് ചിത്രമ്മ. അപ്പൊ ജനീലിക്കുട്ടി നന്നായി പാടണം. പ്രേക്ഷകരെല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ജനീലിക്കുട്ടിക്ക് വോട്ട് ചെയ്യാട്ടോ.
ദൂരം പോകേണം വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം ദൂരം പോകേണം വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം പൂമണം മായുമീ കാന്തശയ്യയിൽ പൂമണം മായുമീ കാന്തശയ്യയിൽ എന്തിനീ അനംഗമന്ത്രം വിരൽ തൊടുമ്പോൾ പിടയുന്ന വീണേ ഇനി എനിക്കാരാണോ നീയല്ലാതിനി എനിക്കാരാണോ വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം വെരി ഗുഡ്. താങ്ക് യു. കേട്ടാ റിലാക്സ്. അപ്പോ ജെല്ലിയെ കുട്ടി ഗോയിങ് ടു ബി അവാർഡഡ് 96.75 on 100 today. അപ്പൊ ഇന്ന് നമ്മൾ ഏത് മോഡിൽ വെക്കണം നമ്മളെ തന്നെ? റിലാക്സ്. റിലാക്സേഷൻ മോഡിൽ വെക്കുക. നല്ല സുഖമായിട്ട് റെസ്റ്റ് ഒക്കെ എടുക്കുക. തിരിച്ചു വരണം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ ജെന്നിലെ കുട്ടി. ഗുഡ് നൈറ്റ്. Good night. ടേക്ക് കെയർ.